നമസ്കാരം, എൻ്റെ പേര് ആനന്ദി കൃഷി. ഞാൻ ആട്ടം എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകനും തിരക്കഥാകൃത്തുമാണ്. സംഗീത ഇപ്പോൾ പറഞ്ഞ പോലെ ഇത്രയും ഒരു ഷോർട്ട് നോട്ടീസിൽ ഇന്നലെ അവാർഡ് അനൗൺസ് ചെയ്യും. ഇന്ന് ഞങ്ങൾക്ക് ഒരു ആഗ്രഹം തോന്നുകയാണ്, കുറെ കൂടി പ്രസ്സുമായിട്ട് സംസാരിക്കണമെന്നും അല്ലെങ്കിൽ കുറെ കൂടി ആളുകളിലേക്ക് ഇതിൻ്റെ ഒരു സന്തോഷം ഷെയർ ചെയ്യണമെന്നും. അപ്പോൾ അങ്ങനെ ഒരു ഷോർട്ട് നോട്ടീസിൽ പറയുകയും അങ്ങനെ എത്ര പെട്ടെന്ന് ഞങ്ങളെല്ലാവരും വന്നതിൽ അത് തന്നെ ഒരു ബിഗ് താങ്ക്സ്. ഇത് വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൊമെന്റാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ആണല്ലോ പൊതുവെ നമ്മൾ പ്രസ്സിനെ കാണുന്നതും മീഡിയനെ കാണുന്നതും ഒക്കെ. അപ്പൊ ആ സമയത്ത് നമുക്ക് ഈ സിനിമ എങ്ങനെയും എന്തും പറഞ്ഞ് എങ്ങനെയും ആൾക്കാർ തിയേറ്ററിൽ എത്തിക്കുക, ആളുകൾ കാണുക. അപ്പൊ അതിനകത്ത് ഒരുപാട് ടെൻഷൻ ഉണ്ട്. ആ സമയത്ത് നമ്മുടെ ഒരു മെന്റൽ സ്പേസ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ടെൻഷൻ, ആൻസൈറ്റി ഒക്കെയാണ്. പക്ഷെ ഇതൊരു വളരെ ആ സമയത്തൊന്നും തന്നെ നമ്മൾ സിനിമയുടെ അവാർഡ്സിനെ കുറിച്ചോ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നേയില്ല. സിനിമ ആളുകൾ എത്രയും കൂടുതൽ ആൾക്കാർ കാണാൻ പറ്റും, കാണുക, നമ്മുടെ പ്രൊഡ്യൂസർ ആയെങ്കിലും പൈസയൊക്കെ തിരിച്ച് റിക്കവർ ചെയ്യുക, ഇതൊക്കെയാണ് ആ സമയത്തെ ആശങ്കകളും ആഗ്രഹങ്ങളും. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴാണ് ഇത് മറ്റ് അവാർഡ് സെറമണികൾക്ക് പോകുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അവാർഡാണ് ഈ സിനിമയ്ക്ക്. ഇന്ത്യയിൽ നിന്ന് നമ്മളോട് ഒരു അവാർഡ് കിട്ടാനില്ല. അപ്പൊ ഇങ്ങനൊരു ചെറിയ സിനിമ റിലേറ്റീവ്ലി മറ്റ് വലിയ സിനിമകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ റിലേറ്റീവ്ലി ചെറിയൊരു സിനിമയായിട്ട് ഇത്രയും പുതുമുഖങ്ങളുള്ള ഞാൻ തന്നെ ഒരു നവാഗത സംവിധായകൻ, അങ്ങനെ ഒരു സിനിമ വരികയും ആ സിനിമയ്ക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു വാക്കുകൾ പറഞ്ഞാൽ എന്നെ കുറച്ചു മുമ്പേ സന്ദീപ് സേൻ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ സാർ വിളിച്ചിരുന്നു. സൗദി വെള്ളക്കയുടെ പ്രൊഡ്യൂസറാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് വളരെ സന്തോഷത്തോടെ പറയുന്നത്, ആനന്ദ, ഒരു സിനിമയുടെ നട്ടെല്ലാണ് നിങ്ങൾ ഇവിടെ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്, മലയാളത്തിന് അഭിമാനമായിട്ട്. കാരണം ഒരു സിനിമയുടെ നട്ടെല്ലാണ് അതിന്റെ സ്ക്രീൻ പ്ലേയും അതിന്റെ എഡിറ്റും. പിന്നെ സിനിമയ്ക്ക് തന്നെ മികച്ച സിനിമയുടെ അവാർഡ് ഉണ്ട്. അപ്പൊ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അനോളജി ആയിട്ട് തോന്നി. അപ്പോ അത് വലിയ സന്തോഷം തരുന്ന ഒരു നിമിഷമാണ്. അപ്പോൾ അത് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു പ്രസ് മീറ്റിന്റെ ഒരു മെയിൻ ഉദ്ദേശം. അപ്പോ ഇതിനകത്ത് ആദ്യം തന്നെ ആരോടാണ് ഈ സിനിമ കടപ്പെട്ടിരിക്കുന്നത്? ഈ സിനിമ ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഈ സിനിമ കണ്ട ആളുകളോടാണ് ആദ്യം. കാരണം ഈ സിനിമ കണ്ടവർ മറ്റാളുകളിലേക്ക് പ്രചരിപ്പിക്കുന്നതിലൂടെയാണ് ഈ സിനിമ വളർന്നത്. ഈ സിനിമയ്ക്ക് നമ്മൾ ചെയ്യാവുന്ന എല്ലാ പ്രൊമോഷൻസും ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്തിരുന്നു. ഒരു പ്രൊഡക്ഷൻ ഹൗസിന് കഴിയാവുന്ന എല്ലാം ചെയ്തിരുന്നു. അത് പോസ്റ്റേഴ്സിന്റെ രീതിയിലാണെങ്കിലും ഫ്ലെക്സിന്റെ രീതിയിലാണെങ്കിലും ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ആയിട്ടുള്ള എല്ലാ പ്രൊമോഷൻസും മാർക്കറ്റിംഗ് എല്ലാം ചെയ്തിരുന്നു. പക്ഷെ ഈ സിനിമ അതിനുപരിയായിട്ട് ഈ സിനിമ വളരണമെങ്കിൽ ഇത്രയും പുതുമുഖങ്ങൾ, ഇപ്പം വിനയും ഷാനും ചേട്ടനും ഒഴിച്ചു കഴിഞ്ഞാൽ, വേറെ സിനിമ നന്ദൻ ഉണ്ണിയും ഒഴിച്ചു കഴിഞ്ഞാൽ സിനിമയിൽ പരിചയമുള്ള മുഖങ്ങൾ തന്നെ വളരെ കുറവാണ്. അപ്പോൾ അതിന് വലിയ ബാലൻസ് ഒന്നുമില്ല. അപ്പൊ അങ്ങനെ കണ്ട് മറ്റൊരാളെ ഇത് കാണണം, ഈ സിനിമ കാണണം എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച തിയേറ്ററിന് ശേഷം OTT ഇന്ത്യ മുഴുവൻ പല ആളുകൾ, സിനിമ ഇഷ്ടപ്പെടുന്ന പല ആളുകൾ അങ്ങനെ ഒരു തീ പടർത്തിയിട്ടുണ്ട്. അപ്പം അവരോടാണ് ഏറ്റവും കൂടുതൽ നന്ദിയും ഏറ്റവും കൂടുതൽ ഈ പടത്തിന്റെ ഈ അവാർഡ്സ് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഓഫ്കോഴ്സ് ഈ സിനിമയുടെ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ ഉണ്ട്. ഞാൻ സന്ദീപ് സാറിന് സംസാരിക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞു സൗദി വെള്ളിക്കയുടെ പ്രൊഡ്യൂസറെ വിളിച്ചു ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ സിനിമയുടെ പ്രൊഡ്യൂസർ ഡോക്ടർ അജിത് ജോയ് ഇങ്ങനൊരു സിനിമ ചെയ്ത് ഇന്ന് ഇങ്ങനെ ഒരു 3 അവാർഡ്സ് കേരളത്തിലേക്ക് ദേശീയ തലത്തിൽ വരുമ്പോൾ അത് പക്ഷേ ഒരുപാട് പുതിയ പ്രൊഡ്യൂസേഴ്സിനെ ഇൻസ്പയർ ചെയ്യും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനെ റിസ്ക് എടുക്കാൻ, കണ്ടന്റ് നല്ലതാണെങ്കിൽ കണ്ടന്റ് ആ സിനിമയുടെ ഒരു ലോഞ്ചിവിറ്റിയെ സഹായിക്കുമെന്ന്, നാളെ ഈ വരുമെന്ന് ഉള്ള ഒരു ധൈര്യം കൊടുക്കാൻ അവർക്ക് ആണ് ഈ സിനിമ. അപ്പോൾ ഈ സിനിമയുടെ എവറി അച്ചീവ്മെന്റിന്റെ എല്ലാ അംഗീകാരങ്ങളും പോകുന്നത് ഇതിന്റെ പ്രൊഡ്യൂസറായ ഡോക്ടർ അജിത് ജോയ്ക്കാണ്. ജോയ് മൂവി പ്രൊഡക്ഷൻസിന്റെ ബാനറിലാണ് അദ്ദേഹം ഈ സിനിമ ചെയ്തത്. സോ ഇപ്പൊ നമ്മുടെ ആട്ടത്തിന് സംഭവിച്ചിരിക്കുന്ന 3 അവാർഡുകൾ എന്ന് പറയുന്നത് മികച്ച സിനിമയ്ക്ക്, മികച്ച തിരക്കഥാകൃത്തിന്, അതോടൊപ്പം മികച്ച എഡിറ്റിംഗിന് ഈ സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ സിനിമയുടെ ആദ്യം അനൗൺസ് ചെയ്യുന്ന അവാർഡ് മികച്ച എഡിറ്റിംഗിന്റെ അവാർഡായിരുന്നു. അപ്പോൾ ആ അനൗൺസ്മെന്റിലാണ്
ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും കാരണം ഈ സിനിമ അതിന്റെ എഡിറ്ററാണ് ഇരിക്കുന്നത് മഹേഷ് ഭൂമനെ എന്ന് പറയുന്നത്. കാരണം ഈ സിനിമയുടെ എഡിറ്റിങ്ങിന് അത് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ആ ജൂറി, അവിടെ ഉണ്ടായിരുന്ന ജൂറി നല്ല ടെക്നിക്കൽ നോ ഹൗസ് ഉള്ള ഒരു ജൂറിയാണ്, അല്ലെങ്കിൽ അവർ ഫിലിം മേക്കേഴ്സ് ആണ്, അല്ലെങ്കിൽ എഡിറ്റേഴ്സ് ആണ്. കാരണം ഈ സിനിമയിലെ എഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആളുകൾ അല്ലെങ്കിൽ സിനിമ റിവ്യൂ ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ മറ്റു ആളുകളൊക്കെ പറയുന്ന പോലത്തെ വളരെ ഫ്ലാഷി ആയിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഭയങ്കര എഡിറ്റാണ്, വളരെ ഗ്രാഫിക്കൽ ഇമേജസും അല്ലെങ്കിൽ ഭയങ്കര ട്രാൻസിഷൻസും അല്ലെങ്കിൽ പിന്നെ നോൺ ലീനിയർ കട്ട്സ് അങ്ങനെ അങ്ങനെയൊക്കെ പറയുന്ന സാധാരണ ഭയങ്കര എഡിറ്റിംഗ് എന്ന് പറയുന്ന സാധാരണ പ്രേക്ഷകൻ പറയുന്ന തരത്തിലുള്ള ഒരു എഡിറ്റ് അല്ല. ആദ്യ സീൻ മുതൽ അവസാനത്തെ സീൻ വരെ, ഓൾമോസ്റ്റ് അവസാനത്തെ സീൻ വരെയും 10-13 പേര് എല്ലാ സീനിലും ഉള്ള, അത് ഒരു സ്പേസിൽ 7% ഒരു സ്പേസിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു ഏരിയയിൽ അത് ഷൂട്ട് ചെയ്യുക അതീവ ദുർഘടമാണ്. അത് എഡിറ്റ് ചെയ്യുക, അത് ഒരു കാഴ്ചക്കാരന് വളരെ സീംലെസ് ആയിട്ട് അനായാസമായിട്ട് അതിന്റെ കഥ പറച്ചിലിന് യാതൊരു ഒരു ഇറിറ്റേഷനോ ഒരു ബ്രേക്സോ ഒന്നും വരാതെ ഈസി ആയിട്ടുള്ള ഒരു കാഴ്ചാനുഭവം ഉണ്ടാക്കുന്ന വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ്. അത് അച്ചീവ് ചെയ്തത് മഹേഷിന്റെ ഒരു എക്സലൻസ് ആണ്. അപ്പൊ അതിന് ഒരു 310ഓളം സിനിമകളാണ് കംപ്ലീറ്റ് ചെയ്തത്. ആ 310 സിനിമകളിൽ നിന്ന് നമുക്ക് മികച്ച എഡിറ്റിങ്ങിനുള്ള ഒരു അവാർഡ് കിട്ടിയത് അത് ഞാൻ വളരെ അധികം അഭിമാനിക്കുന്നു. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് സോ താങ്ക് യു സോ മച്ച്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആക്ടേഴ്സ് ഉണ്ട്. ഈ സിനിമ ഞാൻ പലവട്ടം പല വേദികളിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ സിനിമ ഉണ്ടായി വരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ വിനയ് ഫോർട്ടാണ്. അതുപോലെ തന്നെ ഇവിടെ എൻ്റെ സുഹൃത്ത് ഗിരീഷ് മേനോൻ എന്ന് പറഞ്ഞ ഒരു അദ്ദേഹം നിൽപ്പുണ്ട്. ഗിരീഷ് മേനോനാണ്, ഞങ്ങളെല്ലാവരും തന്നെ സുഹൃത്തുക്കളാണ്, 10-25 വർഷമായിട്ടുള്ള സുഹൃത്തുക്കളാണ്. അപ്പോൾ ഗിരീഷ് മേനോനാണ് പറഞ്ഞത് നമുക്കൊരു സിനിമ ചെയ്യണം, എന്തെങ്കിലും ഒരു വർക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് വേണം. നമ്മളിങ്ങനെ ഒരു നാടകക്കാര് ഇത്രയും സിനിമ അഭിനയിക്കാൻ താല്പര്യമുള്ള നാടകക്കാർ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കരുത്, എന്തെങ്കിലും ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം വിനയ് എൻ്റെ അടുത്ത് പറയാണ്, ഇവരെ വെച്ചിട്ട് ഈ ബാക്കിൽ ഇരിക്കുന്ന എല്ലാവരും ഉണ്ട്, വേറെ ഇല്ലാത്തവരും ഉണ്ട്, ഇവരെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ പറ്റുമോ, നിനക്ക് അവരെ എനിക്ക് സിനിമയിലോട്ട് കൊണ്ടുവരണം എന്നൊരു ആഗ്രഹമുണ്ട് എന്ന് പറയുന്നിടത്താണ് സിനിമ തുടങ്ങുന്നത്. അപ്പോ സോ ഓൾ ക്രെഡിറ്റ് ഗോസ് ടു വിനയ് ഫോർട്ട്. ഓഫ് കോഴ്സ് ഞങ്ങളുടെ കൂടെ ചേർന്ന ഈ കൂട്ടത്തിൽ ബാക്കി എല്ലാവരും സുഹൃത്തുക്കളായിട്ടിരിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു സിനിമയിലോട്ട് ഒരു പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ അദ്ദേഹം ഈ കൂട്ടത്തിന്റെ ഭാഗമാവാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഞാൻ പല സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളതാണ്. വിനയുടെ അടുത്ത് ഞാൻ ചോദിച്ചു, ഈ ഹരി എന്ന് പറയുന്ന കഥാപാത്രം ചെയ്യാനായിട്ട് ഞാനൊരു 3-4 പേരുടെ ഓപ്ഷൻസ് കൊടുത്തപ്പോൾ എൻ്റെ വിനയ് പറഞ്ഞാണ്, നിനക്ക് മനസ്സമാധാനമായിട്ട് ഷൂട്ട് ചെയ്യണോ, അങ്ങനെയാണെങ്കിൽ ശാലുവിന്റെ അടുത്ത് പോവുക, അതല്ല നിനക്ക് കുറച്ച് പെടലുള്ള പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ മറ്റു 3-4 ഓപ്ഷൻസ് ഉണ്ട്, അവരൊക്കെ ഗംഭീരമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു മനസ്സമാധാനമാണ് മെയിൻ. ഷാൻ ചേട്ടൻ നല്ല ആക്ടറാന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അപ്പൊ അങ്ങനെ ഷാൻ ചേട്ടൻ്റെ അടുത്ത് പോവുകയും ഷാൻ ചേട്ടൻ ഈ സിനിമയുടെ ഭാഗമാവുന്ന അല്ല പ്രധാനപ്പെട്ടത്, ഞങ്ങളിൽ ഒരാളായി എന്നുള്ളത് ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ അനുഭവമായിരുന്നു. ഈവൻ ടു ബി പ്രിസൈസ്, അദ്ദേഹത്തിന്റെ അഭിനയ രീതി പോലും, അദ്ദേഹം വന്ന് ഒരു 10-20 മിനിറ്റിനകത്ത് അദ്ദേഹത്തിന് മനസ്സിലായി സാധാരണ സിനിമയുടെ ഒരു ഫോർമാറ്റിലല്ല ഇതിന്റെ അഭിനയത്തിന്റെ രീതി പോലും പോകുന്നത്. 20 മിനിറ്റിനകത്ത് അതിലേക്ക് അഡാപ്റ്റ് ചെയ്തു എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ ഈ 12 ആണുങ്ങളുടെ എതിരെ ഒരാളാണ് പെണ്ണായിട്ട് ഈ സിനിമയിൽ മുഖ്യ കഥാപാത്രമായിട്ടുള്ളത്. വേറെ 1-2 ലേഡി ക്യാരക്ടേഴ്സ് ഉണ്ട്, പക്ഷെ മെയിൻ ലീഡായിട്ട് ഒരു പെൺകുട്ടിയാണുള്ളത്. ആ പെൺകുട്ടിയാണ് ഈ സിനിമയുടെ സോൾ. ആ സിനിമയുടെ എൻറ്റയർ വെയിറ്റ് ക്യാരി ചെയ്യുന്നത് ആ പെൺകുട്ടിയാണ്. അഞ്ജലി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്ന ആരാണോ അയാളാണ്. ആ ആളായിട്ട് സെറിൻ ഷിഹാബ് എന്ന് പറയുന്ന ആക്ടറിനെ ഞങ്ങൾ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ, പക്ഷേ ആ ഓഡിഷനിൽ കണ്ടെത്തിയില്ലായിരുന്നു, വീണ്ടും ഓഡിഷനിൽ ചെയ്യേണ്ടി വന്നേനെ. പക്ഷെ അവന് സെറിനെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു സിനിമ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ ആ കാഴ്ചക്കാരന് ഇത്രയും ഒരു നുവാൻസ് പെർഫോമൻസ് കാണാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത് കൂടെയാണ് ആക്ച്വലി ഈ 3 അവാർഡല്ല, 4ാമതൊരു അവാർഡും കൂടെ ആഗ്രഹിച്ചിരുന്നത് സെറിന്റെ മികച്ച നടിയുള്ള അവാർഡാണ്. പക്ഷെ സാരമില്ല, സെറിന്റെ ഒരു മികച്ച നടിയാണെന്നുള്ളത് എന്തായാലും ഇന്ത്യയിലും എല്ലാ ഫിലിം മേക്കേഴ്സും തന്നെ നോട്ട് ചെയ്തിട്ടുണ്ട്. സെറിന് അതിൻ്റെതായ അവസരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് സെറിൻ. അപ്പോൾ സംസാരം കുറച്ച് നീണ്ടുപോയി, അത് ഈ സന്തോഷത്തിന്റെ ആവശ്യം തന്നെയാണ്. അപ്പോൾ ഇനി ഞാൻ വിനയ്ക്ക് മൈക്ക് കൊടുക്കാം, ബാക്കി തുടരെ ഓരോരുത്തർ സംസാരിക്കും.
അതിനിടയിൽ മഹേഷിനോട് സംസാരിക്കണം. ആക്ച്വലി ഒരു നാഷണൽ അവാർഡ് വിന്നർ ഇരിക്കെ സംസാരിക്കാൻ അത്ര ശരിയല്ല. അപ്പോ മഹേഷ് സംസാരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു. ഇതൊരു സത്യം പറഞ്ഞാൽ ഇന്നലെ തൊട്ട് എന്താ നടക്കുന്നതെന്നുള്ളൊരു പിടിയില്ലാത്ത അവസ്ഥയാണ്. ശരിക്കും പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിച്ചെന്ന് പറഞ്ഞാൽ ആട്ടത്തിനൊരു അവാർഡ് പ്രതീക്ഷിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു. ആട്ടത്തിനൊരു അവാർഡ് കിട്ടണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു. ആ സമയത്താണ് അതിന് മേലേക്ക് ബെസ്റ്റ് എഡിറ്റർ എന്ന് പറഞ്ഞ ഒരു അവാർഡും കൂടെ എനിക്ക് കിട്ടിയത്. ശരിക്കും ഒരു അത്ഭുതമാണ്. ഈ സിനിമ ശരിക്കും ആനന്ദ് പറഞ്ഞ പോലെ അവരുടെ ഒരു കൂട്ടായ്മ നിന്നുണ്ടായ സിനിമയാണ്. ഇതിലേക്ക് ഒരു പോയിന്റിൽ എനിക്ക് തോന്നുന്നത് ഇവര് സിനിമ ഏകദേശം പ്ലാനിങ് എല്ലാം കഴിഞ്ഞ് സിനിമ ഷൂട്ടിന് ഏറ്റവും 2 മാസം ഒരു മാസം മുമ്പാണ് മനസ്സിലേക്ക് എഡിറ്റർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ആരെയും ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു അതിന്റെ ആദ്യ സിനിമ മധുരമായിരുന്നു. മധുരം കണ്ട് ആനന്ദ് എല്ലാം വിധി എന്ന് പറഞ്ഞാൽ ആദ്യം ആനന്ദ് മധുരം കാണുന്നു. മധുരം കാണുന്നതിന്റെ പിറ്റേ ദിവസം മദൻ ചേട്ടൻ എനിക്ക് മുമ്പേ ഞങ്ങൾ സുഹൃത്തുക്കളാണ്. മദൻ ചേട്ടൻ എഡിറ്റർ ആവാത്തത് കൊണ്ട് ആനന്ദിന്റെ അടുത്ത് പറയുന്നത് എൻ്റെ ഒരു സുഹൃത്തുണ്ട് മഹേഷ് ഒരു ആളുണ്ട്, പുള്ളി ഇങ്ങനെ മധുരം നമ്മൾ പഠിച്ചിട്ടുണ്ട്, പുള്ളീനെ വേണമെങ്കിൽ ആനന്ദിന് നോക്കാൻ പറ്റും. ആനന്ദ് അതിന്റെ തലേ ദിവസം ആ പടം കണ്ടിട്ടുള്ളത് കൊണ്ട് ആനന്ദ് ഓക്കെ ആയിട്ട് എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് കഥ പറയുന്നു. കഥ കേട്ട ആ പോയിന്റിന് എനിക്ക് പടം ഇഷ്ടമായി, നമുക്കിത് ചെയ്യാമെന്ന് പറയുന്നത്. അന്ന് തൊട്ട് ഞാൻ ഇവരുടെ കൂടെ ഇവരുടെ ടീമിൽ ഞാനും ഉണ്ട്. ഇവര് 10-20 വർഷമായിട്ടുള്ള ഇവരുടെ സൗഹൃദത്തിൽ ഒരാളായിട്ട് ഞാനും വന്നിട്ടുണ്ട്. ഇപ്പോഴും ആ ജേണി വേണം. ഇപ്പോൾ ഈ അവാർഡ് കിട്ടിയത് വളരെയധികം സന്തോഷം. വേറൊരു കാര്യം പറയാനുള്ള, ഇന്നലെ മിനിങ്ങാൻ വരെ മഹേഷിന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നു, മഹേഷിന് പൊതുവേദികളിൽ സംസാരിക്കാൻ ഭയങ്കര ടെൻഷനാണ്, ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കര ടെൻഷനാണെന്ന് പറയുന്നത്. മഹേഷ് ഇന്ന് എൻ്റെ അടുത്ത് പറയുന്നത് നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ അത് പോയി എന്നാണ് പറയുന്നത്. അങ്ങനെ ഒന്നും ഇപ്പം തോന്നുന്നില്ല, അത്ര വലിയ സംസാരിക്കാൻ പറ്റും. Hello. First of all, thank you everyone. In short notes, നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയത് കാണാൻ നല്ല സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ കരിയറിൽ മാത്രമല്ല, എൻ്റെ ജീവിതത്തിലെ പല പല നല്ല നിമിഷങ്ങൾ വന്നത് ആട്ടം വഴിയാണ്. And for that I will always be grateful to the director and the producer and പിന്നെ എൻ്റെ വളരെ വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള co-actors-നോടും. I'm very very happy and grateful. And കുറേ അച്ചീവ്മെന്റ്സ് ഒക്കെ ഉണ്ട്. ഇത്രയും കുറേ അച്ചീവ്മെന്റ്സും റെക്കഗ്നിഷൻസും ഒക്കെ കഴിഞ്ഞിട്ടും എൻ്റെ കരിയറിൽ ഒരു പോയിന്റിൽ ഇതൊക്കെ ഒരു സ്വപ്നമായിരുന്നു. ആൻഡ് ഫൈനലി ദിസ് ഇസ് ലൈക്ക് ദ ഹയസ്റ്റ് പോയിന്റ് ഓഫ് ഓൾ ദോസ് റെക്കഗ്നിഷൻസ്. ഈ സ്വപ്നം ഒരു റിയാലിറ്റി ആയതിലും എനിക്കൊന്നും ഇതുവരെ കത്തിയിട്ടില്ല ആക്ച്വലി ഇത് സംഭവിച്ചിട്ടുണ്ടെന്ന്. പിന്നെ വളരെ ഹാപ്പിയാണ്. ഐ ഡോണ്ട് നോ വെൻ ദിസ് വിൽ happen again to all of us. So നമ്മൾ കുറച്ചുകൂടെ ചെറിഷ് ചെയ്യും, സെലിബ്രേറ്റ് ചെയ്യും. Yeah. എല്ലാവർക്കും നമസ്കാരം. അധികം സന്തോഷമുണ്ട്. കാര്യം വളരെ ഷോർട്ട് നോട്ടീസിലാണ് നമ്മളിങ്ങനെ ഒരു പ്രശ്നത്തെ കുറിച്ച് ആലോചിക്കുകയും, അപ്പോൾ ഞാനൊരു സുഹൃത്തിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ന് വേറെ മറ്റ് ആ നടി അവിടെ വരുന്നുണ്ട്, അപ്പൊ അവിടെ പോകണം. പിന്നെ വേറൊരു നടി ഇവിടെ വരുന്നുണ്ട്, അപ്പൊ അവിടെ പോകണം. വേറൊരു വലിയ സിനിമ റീറിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എത്രത്തോളം ബുദ്ധിപരമായിട്ടുള്ള തീരുമാനമാണ് ഇത് നിലനിർത്തൽ. പക്ഷെ ആസ് എ ടീം എനിക്ക് തോന്നുന്നു ഇപ്പോ പറഞ്ഞാണ്, ഇപ്പോ ആട്ടം എന്ന് പറയുന്ന നമ്മുടെ ഈ സിനിമക്ക് സംഭവിച്ച് അല്ലെങ്കിൽ ഈ ഒരു അച്ചീവ്മെന്റ് ഇനി എന്തായിരിക്കും ജീവിതത്തിൽ ഉണ്ടാകുക എന്ന് പറയുന്ന ഒരു ഉദാഹരണം കുറവുണ്ട്. അപ്പോ ഇതിന്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും ഒരു സിനിമ അംഗീകരിക്കപ്പെടില്ല ഒരു തരത്തിലും. കാര്യം ഞങ്ങള് ഇപ്പൊ ഷാജഹാനെ കുറിച്ച് ബാക്കി ഞങ്ങളെല്ലാവരും ഈ ഒരു തിയേറ്റർ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ്. അപ്പൊ തിയേറ്റർ ഗ്രൂപ്പ് തന്നെ എടപ്പള്ളി തൃപ്പൂണിത്തുറയൊക്കെയാണ്. അപ്പോ ഈ ഗ്രൂപ്പിലേക്ക് എങ്ങനെ എത്തിപ്പെടും, അല്ലെങ്കിൽ അവിടെ വരെ എത്തിപ്പെടാനുള്ള ബസ് ചാർജിനൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകളാണ് നമ്മൾ കൂടുതലും. അപ്പൊ അങ്ങനെ കലയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അത്ര പാഷനേറ്റ് ആയിട്ട് സിനിമയെ കണ്ട ഞങ്ങളെല്ലാവരും കൂടെ ഒരു സിനിമ ചെയ്യുന്നു. അപ്പൊ ഫൈനലി ഇന്നലെ സംഭവിച്ചത്, ഞങ്ങളെല്ലാവരും കൂടെ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ചെയ്തൊരു സിനിമ ഇന്ത്യ 140 കോടി ജനങ്ങളല്ല, അല്ലെങ്കിൽ മണിരത്നത്തിനെ പോലെയുള്ള മഹാനായിട്ടുള്ള ചലച്ചിത്രകാരൻ
സിനിമ കോമ്പറ്റ് ചെയ്യുന്ന, കാന്താര പോലെയുള്ള വലിയ സിനിമ കോമ്പറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ 50-100 കോടി ബഡ്ജറ്റിലൊക്കെ സിനിമകൾ നിർമ്മിക്കപ്പെട്ട സിനിമകളെ കോമ്പറ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോയിട്ട്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സ് ഉള്ള ഒരു രാജ്യമാണ് നമ്മുടേതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനത്തെ ഒരു സ്പേസിൽ പോയിട്ട് ഞങ്ങളുടെ കൊച്ചു സിനിമ ഇന്ത്യയുടെ ഏറ്റവും മികച്ച സിനിമയെ തിരഞ്ഞെടുക്കപ്പെടുന്നു എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അതിന്റെ അപ്പുറത്തേക്ക് ഒരു ആസ് എ ടീം ഞങ്ങൾക്കൊന്നും നേടാനില്ലാത്തൊരവസ്ഥയിലാണ്. അപ്പൊ അതിന്റെ ഒരു വലിയ സന്തോഷം നിങ്ങളുടെ പങ്കുവെക്കേണ്ടതുണ്ടെന്ന് ഞാൻ ആലോചിച്ചു. അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ വന്നു, അതിയായ സന്തോഷം. ഒരുപാട് അടുത്ത സുഹൃത്തുക്കളുണ്ട്, അല്ലെങ്കിൽ നേരത്തെ ആനന്ദ് പറഞ്ഞു ഈ സിനിമയുടെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ താങ്ക്ഫുൾ ആയിരിക്കുന്നത് ഈ സിനിമ കണ്ട ആളുകളാണ്. ഈ ഒരാളെ സിനിമ കാണുകയും ഈ സിനിമ മറ്റുള്ളവർ കാണുക, അല്ലെങ്കിൽ ഈ സിനിമ അടുത്ത ലെവലിലേക്ക് എത്തുക എന്ന് പറയുന്നത് അയാളുടെ ആവശ്യമായി മാറുകയും അയാൾ അങ്ങനെ വർക്ക് ചെയ്തിട്ടാണ് ഈ സിനിമ ഇത്രത്തോളം കാര്യങ്ങൾ അച്ചീവ് ചെയ്തത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് വളരെ കടപ്പാടുള്ള ഒരു വിഭാഗമാണ് നിങ്ങൾ ഓൺലൈൻ മീഡിയക്കാരും അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരും. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് വിവേകടൊക്കെ ഉള്ള മാധ്യമ പ്രവർത്തകരോട് ഒരുപാട് കടപ്പാടുണ്ട്. കാര്യം മറ്റു വലിയ സിനിമകളുള്ളപ്പോഴും നമുക്ക് വലിയൊരു വിസിബിലിറ്റി കിട്ടാൻ, അല്ലെങ്കിൽ ആട്ടം പോലെയുള്ള ഒരു സിനിമ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇത് ഒരു വളരെ നല്ല സിനിമയാണെന്ന് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മാധ്യമ സുഹൃത്തുക്കൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഞങ്ങൾക്ക് ആസ് എ ടീം ഞങ്ങൾക്കുണ്ടായ ഈ സന്തോഷം നിങ്ങളുടെ കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നിങ്ങനെ ഒരു 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 ഗ്യാതറിംഗ് നമ്മൾ പ്ലാൻ ചെയ്തത്. എല്ലാവർക്കും നമസ്കാരം. വന്നു ചേർന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. സന്തോഷത്തിലാണ്, പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ആട്ടത്തിൻ്റെ ഒരു ഭാഗമായതിൽ ഒരുപാട് സന്തോഷം. ഹരി എന്ന കഥാപാത്രമാകാൻ വേണ്ടി എന്നെ സഹായിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വിനയനോടുള്ള നന്ദി എന്നും മനസ്സിലുണ്ടാവും. ഈ സിനിമയുടെ കഥ കേട്ടപ്പോൾ തന്നെ ഇതൊരു ഒരു നന്മയുള്ള ഒരു ഒരുപാട് ഇവരുടെ കുറെ സുഹൃത്തുക്കളെ സിനിമയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊരു സിനിമ, ആ ഒരു തോട്ട് തന്നെ ഒരു വലിയ അനുഗ്രഹം, അതൊരു വലിയ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കിട്ടുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് കേട്ടപ്പോൾ തന്നെ ഇത് അങ്ങനെ ഒരു വെറുതെ ഒരു ശ്രമം മാത്രമല്ല, ഇതിനുള്ളിലൊരു ഉഗ്രൻ ക്ലാസ് സിനിമയുണ്ടെന്നുള്ള കാര്യം എൻ്റെ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ ഈ അവാർഡ് കിട്ടിയപ്പോൾ വിളിച്ച എല്ലാവരോടും ഞാൻ പറഞ്ഞത് ഇതിന്റെ ഫുൾ കൈഡി ആനന്ദ് ആകർഷി എന്ന് പറയുന്ന ഫിലിം മേക്കറിനുള്ളതാണ്. കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നൊരു കഥാപാത്രങ്ങൾ അതാണ് നിങ്ങൾ കണ്ടതും നിങ്ങളോട് സംസാരിച്ചതല്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഗംഭീര ഫിലിം മേക്കറാണ് ആനന്ദ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സിനിമയുടെ ഒരു ഭാഗമാണ് കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ആനന്ദ് പറഞ്ഞു ഇവരിൽ ഒരാളായി ഞാൻ മാറി എന്നുള്ളത്, അതല്ല സത്യം. കാരണം അവരങ്ങനെ ഒരു വളരെ അങ്ങനെയുള്ള ആളുകളായതുകൊണ്ടാണ് നമ്മള് അറിയാലോ, എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു 10 മിനിറ്റ് കൂടുതൽ നിൽക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. കാര്യം നമ്മൾ വളരെ പോസിറ്റീവായിട്ട് നമ്മൾ സംസാരിക്കുക. അപ്പൊ നെഗറ്റീവ് വൈബുള്ള ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് അങ്ങനെ നിൽക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ഇവരെല്ലാവരും വളരെ പോസിറ്റീവ് വൈബുള്ള, അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ഞങ്ങൾ എല്ലാവരും ഒരു ടീം ആയെന്നുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തമാശകൾ പറയുക, സംസാരിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് നാളുകളായിട്ട് പരിചയമുള്ള ആളുകളെ ഫീൽ ചെയ്തു എന്നുള്ളതാണ്. അതിന് പ്രധാന കാരണം ഇവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ്. അതൊരു വലിയ അനുഗ്രഹമായിരുന്നു. അപ്പോൾ എന്തായാലും പ്രത്യേകം എല്ലാവരെയും അഭിനന്ദിക്കുന്നു, പ്രത്യേകം അഭിനന്ദിക്കുന്നു. കാര്യം ഇതൊരു നല്ലൊരു കൂട്ടായ്മയായിരുന്നു, ഒരു നല്ല ശ്രമമായിരുന്നു, ഒരു നല്ല ഇന്റൻഷൻ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ദൈവാനുഗ്രഹമാണ് ഈ അവാർഡ്. പിന്നെ മഹേഷിനെ കുറിച്ച് രണ്ടു വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇതിന് ആട്ടത്തിന് എഡിറ്ററിന് ബെസ്റ്റ് ഡയറക്ടർ എഡിറ്ററിനുള്ള അവാർഡ് കിട്ടുന്നതിന് ഞാൻ ഈ മഹേഷിന്റെ ഫേസ് എത്ര ആലോചിച്ചിട്ടും എനിക്ക് കിട്ടുന്നില്ല. കാരണം ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിട്ടുപുതറിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടായ്മയിലൊന്നും മഹേഷിനെ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചില്ല. കാര്യം എവിടെയെങ്കിലും ഒക്കെ പുറകെ പോയി നിൽക്കുന്ന ഒരാളായിരിക്കും. അത് ഈ ഫോട്ടോ കണ്ടപ്പോഴാണ് ഇങ്ങനെയായിരുന്നു എഡിറ്റർ എന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇപ്പൊ ആനന്ദ് പറഞ്ഞ വളരെ കറക്റ്റാണ്. കാരണം നമ്മുടെ ആനന്ദ് മഹേഷ് അല്ല ശരിക്കും സംസാരിക്കുന്നത്, മഹേഷിന്റെ കൈകളും അതുപോലെ തന്നെ മഹേഷിന്റെ ചിന്തകളും ആയിരുന്നു. അപ്പൊ നമ്മൾ ഏത് ജോലിയിലാണെന്നുണ്ടെങ്കിലും നമ്മൾ 100% കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇടിച്ച ഫ്രണ്ടിലോട്ട് വരണമെന്നില്ല, ദൈവമായിട്ട് തന്നെ ഫ്രണ്ടിൽ കൊണ്ടിരുത്തും എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ് മഹേഷ് എന്ന് പറയുന്ന ഗംഭീര എഡിറ്റർ. അപ്പൊ ഒരുപാട് സന്തോഷം ഈ ടീമിന്റെ ഒപ്പം വരാൻ കഴിഞ്ഞതിന് ദൈവത്തോട് ഒരുപാട് നന്ദി പറയുന്നു. ഇനിയും ഒരുപാട് നല്ല നല്ല സിനിമകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ ശ്രമിക്കും. ആട്ടത്തിന് നിങ്ങൾ നൽകിയ പിന്നെ ഒരു പ്രത്യേക നന്ദി സിനിമാക്കാരോട് പറയാനുള്ള, ആട്ടം റിലീസായ സമയത്ത് സിനിമയിലുള്ളവർ തന്നെ ഒരുപാട് ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്.
നമ്മുടെ ഈ സിനിമയിലുള്ളവരല്ല, സിനിമ കാണുന്ന നല്ല പ്രേക്ഷകർ, അതുപോലെ തന്നെ സിനിമയെ നന്നായി വിലയിരുത്തുന്നവര്, നമ്മുടെ റിവ്യൂ പറയുന്നവര്, അതുപോലെ തന്നെ സിനിമയിലെ തന്നെ അഭിനേതാക്കള്, അതിന്റെ നമ്മുടെ സിനിമ കുടുംബത്തിലുള്ളവര്. ഇതിനാണ് പറയുന്നത് മമ്മൂക്ക. ഇന്ന് കണ്ടപ്പോഴും മമ്മൂക്ക എന്നോട് പറയായിരുന്നു, ഞാൻ അതേ പറഞ്ഞില്ലേ ഇതൊരു ഗംഭീര സിനിമയാവുമെന്ന്. ഇപ്പൊ മനസ്സിലായില്ലേ എന്ന് പറഞ്ഞ മമ്മൂക്ക തുടങ്ങി ഒരുപാട് പേര് ഈ സിനിമയ്ക്കൊപ്പം നിന്ന് മലയാള സിനിമ പ്രവർത്തകരുണ്ട്, പ്രേക്ഷകരുണ്ട്, റിവ്യൂവേഴ്സ് ഉണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക നന്ദി ഈ സമയത്ത് പറയുകയാണ്. താങ്ക് യു സോ മച്ച്. ഞാൻ മൈക്ക് നന്ദൻമണിക്ക് കഴിഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. എത്തിയത് എനിക്ക് സത്യം പറഞ്ഞ ഒരു ഇരട്ടി മധുരമാണ്. ഞാൻ അഭിനയിച്ച ആദ്യമായിട്ടാണ് നാഷണൽ അവാർഡ് സിനിമ ഭാഗമാകാൻ സാധിക്കുന്നത്. ഞാൻ ജനന 40-47 പ്രണയമെന്നുള്ള സിനിമയ്ക്കും സംസ്ഥാന അവാർഡിന് 2 അവാർഡ് കിട്ടി. സത്യം പറഞ്ഞ ഒരു ഇരട്ടി മധുരത്തിന്റെ സന്തോഷത്തിലാണ്. ഇന്ത്യൻ മനോരമയിൽ ഇപ്പോൾ ഈ ഓപ്പണിംഗ് സിനിമയായിട്ട് നമുക്ക് സെലക്ഷൻ കിട്ടിയപ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അതിന് എന്തെങ്കിലും വിഷയങ്ങളിൽ എന്തെങ്കിലും പരിഗണിക്കണം. പക്ഷെ ഇപ്പോൾ ഒരു 3 അവാർഡായിട്ട് നമുക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു നിമിഷം സമ്മാനിച്ചു. അപ്പോൾ ദൈവത്തിന് നന്ദി പറയുന്നു. നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റി. അത് നമ്മൾ ഇത്രയും വർഷത്തെ ഒരു സൗത്ത് ബന്ധത്തിൽ ഉണ്ടായ ഒരു സിനിമയാണ്. അപ്പോൾ അതിന് ഇത്രയും വലിയ അംഗീകാരം കിട്ടുന്നതൊക്കെ ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ്. എന്തായാലും താങ്ക് യു സോ മച്ച്. നല്ലൊരു സിനിമയുടെ ഭാഗം സാധിച്ചു. അതുപോലെ രാജസ്ഥാനോട് നന്ദി പറയുന്നു. ആനന്ദിനും മഹേഷിനും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. താങ്ക് യു. ചോദ്യങ്ങൾ ചോദിക്കാൻ താല്പര്യമുള്ള നമുക്ക് ഇൻട്രാക്ഷനിലേക്ക് പോകാം. സ്റ്റേറ്റ് ജൂറിയും ഇതിന്റെ റീജിയണൽ ജൂറിയും കഴിഞ്ഞ സിനിമയാണ്. റീജിയണൽ ജൂറി തിരിച്ചു വിളിച്ചു ആണ് ഈ സിനിമ കണ്ടതെന്ന് പറയും. സ്റ്റേറ്റിൽ പാടെ പരിഗണിക്കാതെ പോയി. എന്താണ് അതിനെക്കുറിച്ച് അത് തിരസ്കരിക്കപ്പെട്ട ആ ഒരു വേദനയെ എന്താണ് പറയാൻ? അത് എന്താണ്? ആക്ച്വലി ഈ സിനിമ 2022 ഡിസംബറിൽ സെൻസർ ചെയ്ത സിനിമയാണ്. അപ്പം കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ്സിനാണ് ആട്ടം പരിഗണിക്കപ്പെട്ടിരുന്നത്. അപ്പം ആ സമയത്ത് സിനിമ റിലീസായിട്ടില്ല. അപ്പം ഈ പറഞ്ഞ പോലെ റിലീസായ ഈ വർഷമാണ് അയച്ചിരുന്നു. ഈ പറഞ്ഞ പോലെ എന്താ പറയുന്നത്, ലാസ്റ്റ് അന്ന് അവാർഡ് അനൗൺസ് ചെയ്യുന്നതിന്റെ അന്ന് രാവിലെ ഇങ്ങനെ പല മാധ്യമങ്ങളിൽ നിന്നൊക്കെ ചില ആൾക്കാരെ വിളിച്ചിരുന്നു. ഉണ്ട്, എവിടെ ഉണ്ട് സ്ഥലം, നമുക്ക് അവാർഡ് ഉണ്ട്, അടുത്തുണ്ട്, എവിടെയാണ് സ്ഥലം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും തന്നെ അവാർഡുകളൊന്നും കിട്ടിയില്ല. പക്ഷെ ഞാൻ അതില് ഒരു എന്താ പറയുന്നത്, വളരെ വിഷമത്തോടെ ഒന്നും അല്ല അന്ന് അതിനെ കണ്ടത്. ഇന്നും അങ്ങനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരു അവാർഡ് എന്ന് പറയുന്നത് ഒരു ജൂറിയുടെ ഡിസിഷനാണ്. അത് ഞാൻ വെറുതെ പറയുന്നല്ല. അതിൽ എന്ത് നടന്നു അല്ലെങ്കിൽ അതെങ്ങനെയാണ് അതിൽ സെക്കൻഡിൽ പോകുന്നതിനോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. ഒരു ജൂറിയുടെ ഡിസിഷനാണ്. ജൂറി എന്ത് തീരുമാനം എടുക്കുന്നോ അത് ശരിയായ രീതിയിൽ തന്നെയാണ് നടന്നത്. അത് അതിൻ്റെതായ കാരണങ്ങളുണ്ടാവും എന്ന് വിശ്വസിക്കാനാണ് താല്പര്യം. അത് അങ്ങനെ തന്നെയാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അഫ്കോഴ്സ് ഈ ചെറിയ ആഗ്രഹങ്ങൾ നഷ്ടപ്പെടുന്നതിന്റെ ഒരു വിഷമം എനിക്ക് മാത്രമല്ല, ഈ ടീമിലുള്ള എല്ലാവർക്കും തന്നെ അവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ അതിനൊരു കുറ്റപ്പെടുത്തലായിട്ടോ അല്ലെങ്കിൽ അതൊരു അങ്ങനെ അല്ലായിരുന്നു ഞങ്ങൾക്ക് അവാർഡ് വേണം എന്ന് പറയുന്നതൊക്കെ വളരെ ബാലിഷ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ചോളം. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇന്ന് നാഷണൽ അവാർഡ് കിട്ടിക്കഴിഞ്ഞ സിനിമയ്ക്ക് 3 അവാർഡുകൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും തന്നെ ചോദിക്കുന്നുണ്ട്. എല്ലാവരും തന്നെ അത് പല സ്ഥലങ്ങളിലായിട്ട് പരാമർശിക്കപ്പെടുന്നുണ്ട്, ന്യൂസിലൊക്കെ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഒരു രീതിയിലും സ്റ്റേറ്റില് ഒരു മെൻഷൻ പോലും വരാതിരുന്നത്? അത് പക്ഷെ ഈ പറഞ്ഞ പോലെ അതിന്റെ ഒരു ഉത്തരം പറയേണ്ടത് ഞങ്ങളല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് ആരാണ് ആ ജൂറി, അതിന്റെ ഡിസിഷനാണ്. മേ ബി there was much better films എന്നാണ് ഞാൻ അതിനെ കാണുന്നത്. അങ്ങനെ കാണുന്നത്. ഈ പ്രാദേശിക ജൂറി തഴഞ്ഞിരുന്നെങ്കിലോ എന്തായിരുന്നു ആലോചിച്ച് നോക്കിയിട്ടുണ്ട്? ഇപ്പോഴത്തെ പ്രാദേശികമായിട്ടുള്ള റീജിയണൽ ജൂറി തഴഞ്ഞിരുന്നെങ്കിലോ എന്നുള്ളത്. റീജിയണൽ ജൂറി സെലക്ട് ചെയ്തില്ലല്ലോ, എന്നിട്ട് നാഷണൽ ജൂറി തിരിച്ചു വിളിച്ച് കാണുന്നതാണെന്നാണ് റിപ്പോർട്ട്. അങ്ങനെ ഞാൻ കേട്ടു. പക്ഷെ എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയില്ല. അങ്ങനെയാണ് സംഭവിച്ചത്. കാരണം ഇങ്ങനെയൊക്കെ ഞാൻ വാർത്തകളിൽ കേട്ടു. ഇങ്ങനെ ഇപ്പൊ ഇന്നൊക്കെ ആയിട്ട് കുറെ പേര് അങ്ങനെ പറഞ്ഞു അങ്ങനെ സംഭവിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ സംഭവിച്ചെങ്കിൽ അത് കുറച്ച് വിചിത്രമാണ്. എന്താണ് അങ്ങനെ നടന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് നടന്നതെങ്കിൽ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും
അവസാനം നമുക്ക് കിട്ടിയല്ലോ, സന്തോഷിക്കാനുള്ള വകുപ്പുകൾ വളരെ കൂടുതലാണ്.